എന്നിട്ട് ഞമ്മക്ക് എന്ത് സുഖമെന്ന്. അല്ല നിങ്ങൾ എപ്പോഴാ ഞമ്മളെ കൊണ്ടുപോകാൻ വരണേ? അത് പറയാനല്ല ഞമ്മള് വിളിച്ചത്. ഈ വരുന്ന തിങ്കളാഴ്ച പുലർച്ചക്ക് ഞമ്മളെത്തും ഇൻഷാ അല്ലാ. ഓ ആയിക്കോട്ടെ, തിങ്കളാഴ്ച പൊലച്ചയ്ക്ക് എന്നാ ഞമ്മളെ എയർപോർട്ടിൽ ഉണ്ടാവും. ആ അതും അറിയാനാ വിളിച്ചത്. ഈ എന്റെ ആങ്ങളമാരെയും കൂട്ടി കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോയിക്കളാണ്ടി. എന്നെ സുക്കൂറിനോടും എന്റെ ചെങ്ങായിമാരോടും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകാൻ പറയും. പിന്നെ എന്റെ സ്നേഹിതൻ ദാസല്ലേ, ഓനോട് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് വിട്ടോളാൻ പറയും. അല്ല മനുഷ്യങ്ങൾ ഒരൊറ്റ ആളല്ലേ വരണേ? അത് സാധാരണ കോഴിക്കോട് വിമാനത്താവളത്തിലല്ല നിങ്ങൾ ഇറങ്ങാറ്, പിന്നെ ഇതിലിപ്പോ എല്ലായിടത്തേക്ക് ആളായിക്കണേ. എന്റെ സൂറാവി, ഈ പേപ്പറൊന്നും വായിക്കാറില്ലേ? നമ്മൾ എയർ ഇന്ത്യന്റെ വിമാനത്തിലാണ് വരുന്നത്. അതെവിടാണ് ഇറങ്ങാന്ന് അടുത്തോളം കൂടി അറിയാൻ പറ്റും. ഇങ്ങനത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇതാണ് സത്യം. ഞാനൊരു സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയണം, എന്റെ വൈഫ് എയർ ഇന്ത്യയിലെ ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്നു. ആൾക്കിത് കഴിക്കുമ്പോ ചങ്ക് തരും. ഒബ്വിയസ്ലി ചങ്ക് തരും. മനസ്സിലായോ? പ്രശ്നമാണോ? പ്രശ്നം ഉണ്ടാകും. ഇതൊക്കെ